ശ്രീധരീയം ചാനലിന്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് സാക്ഷാൽ മണികണ്ഠന്റെ, അതായത് അയ്യപ്പ ഭഗവാന്റെ കുലദേവതയെ പറ്റി ഒന്ന് ആലോചിച്ചാലോ? എല്ലാവർക്കും അറിയാം, ശബരിമല അയ്യപ്പനെ അറിയാം, അദ്ദേഹത്തിന് ദിവ്യത്വങ്ങൾ അറിയാം. ശനി ഭഗവാന്റെ ദോഷത്തിന് ഏറ്റവും വലിയൊരു പരിഹാരമാണെന്ന് നമുക്കറിയാം അയ്യപ്പ ക്ഷേത്രം, അല്ലേ? ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമൂർത്തിയായ അയ്യപ്പന്റെ കുലദേവത ആരാണെന്ന് അറിയാവോ? അവിടെയാണ് പലരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ടാവില്ല. കുറച്ചൊക്കെ ആളുകൾക്ക് അറിയാം, ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും അറിയാമായിരിക്കും. എന്നാലും എല്ലാവരുടെയും ഒരു അറിവിലേക്കായി ഞാന് നമ്മുടെ ശാരംഗ കാവ് ദേവീക്ഷേത്രം കേട്ടിട്ടുണ്ടോ? അതായത് ഏകദേശം മാവേലിക്കരയ്ക്കും പന്തളത്തിനും ഇടയിൽ വെൺമണി എന്നൊരു സ്ഥലമുണ്ട്. വെൺമണിയിൽ ചാമക്കാവ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ക്ഷേത്രം, അതായത് ശാരംഗക്കാവ് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ക്ഷേത്രത്തിലെ സാക്ഷാൽ മണികണ്ഠൻ, അതായത് അയ്യപ്പൻ, അദ്ദേഹം അതുവഴി പിന്നെ പന്തളം രാജവംശമാണല്ലോ അദ്ദേഹം പിറന്നത്. അപ്പോ അതുവഴി പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു അശരീരികത്തത്ര. എന്താണെന്ന് വെച്ചാൽ, ഇത് പന്തളം രാജകുടുംബത്തിന്റെ മൂലക്ഷേത്രമാണ്, അതായത് അവരുടെ കുലദേവതാ ക്ഷേത്രമാണ് എന്ന്. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അവിടെ ഒരു ദേവി ആരാധന ആരംഭിച്ചു. വേറൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പിന്നെ വിറക് ശേഖരിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ അരിവാള് കൊണ്ട് ആ ക്ഷേത്രത്തിലെ കല്ലിൽ നിന്ന് ആ സ്ഥലത്ത് ആ കാവിലെ ഒരു കല്ലിൽ നിന്നും പിന്നെ രക്തം വന്നെന്നും, അത് പിന്നീട് പിന്നെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദുർഗാദേവിയുടെ ഒരു ചൈതന്യം അവിടെ ഉണ്ടായെന്ന ഒരു കഥയും ഉണ്ട്. എന്നാൽ ഏറെക്കുറെ വിശ്വസിക്കാവുന്നതും കൂടുതൽ പ്രചാരത്തിലുമുള്ള ഒരു ഇതാണ്. ഇപ്പോഴും പന്തളം രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെ വന്നിട്ട് കുലദേവതയായിട്ട് അവർക്കുള്ള പൂജകൾ ചെയ്യുന്നതാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ ക്ഷേത്രത്തെ പറ്റി പറയാൻ മെയിൻ കാരണം, ഏറ്റവും മുഖ്യമായ ഒരു ഉത്സവം അവിടുത്തെ എന്താണെന്ന് വെച്ചാൽ വിഷു ഉത്സവമാണ്. അന്ന് ഏകദേശം ഇപ്പൊ 2026 പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 132, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഞാൻ കണ്ടിടത്തോളം 132 അല്ല, ഒരു 52 വലിയ കുതിരകളും അതുപോലെ കാളകളും, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഈ കെട്ടുകാഴ്ചകളായി വെച്ചിട്ട് അവിടെ നമ്മുടെ അമ്മ വളരെ 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 ഊർജ്ജസ്വലതയായിട്ട്, വളരെ സന്തോഷവതിയായിട്ട്, അതൊന്ന് കാണണം സുഹൃത്തുക്കളെ. കണ്ടാൽ ആര് കരഞ്ഞു പോകും. അത്ര ഒരു ഭക്തി പുരസരമായ പോസിറ്റീവായിട്ടൊരു വൈബാണ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാവോ, ഈ അമ്മയ്ക്ക് പല കഥകൾ അമ്മയെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ചുറ്റുപാട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, വളരെ 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 അത്ഭുതം ചെയ്യുന്ന ഒരു ശക്തിയാണ് അമ്മ. എന്ത് ചോദിച്ചാലും തരുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വിഷു ഉത്സവത്തിലൊക്കെ പങ്കെടുത്ത ആ ദേവതയെ വരുന്ന സമയത്ത്, എഴുന്നള്ളിച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും ആ അമ്മ സന്തോഷമായിട്ട് തരുന്നതായിട്ടാണ് ക്ഷേത്രത്തിനടുത്തുള്ള ഉത്സവം കാണാൻ വന്ന പല ഭക്തന്മാരും പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ അച്ചൻകോവിൽ ആറില്ലേ, ആ ആറ്റിൽ കൂടിയാണ് കൂടുതൽ കുതിരകളെയും, ഈ സാധാരണ നമ്മള് റോഡ് വഴിയൊക്കെയാണ് നമ്മളെ പിന്നെ രഥത്തെ വലിച്ചിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ വള്ളത്തിൽ കൊണ്ടുവരുന്നതായിട്ടും കാണപ്പെടുന്നു. ശരിക്കും ഒരു പോസിറ്റീവ് വൈബാണ് സുഹൃത്തുക്കളെ, സംശയമില്ല കാര്യത്തില്. അതുപോലെ തന്നെ നമ്മുടെ കാര്യം സാധിക്കാൻ, ദേവിയുടെ ആ ചൈതന്യം നമുക്ക് കിട്ടാൻ, ആ ദുർഗാഭഗവതിയുടെ ശക്തി കിട്ടാൻ നമ്മൾ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ പോയി വരുന്നത് വളരെ നല്ലതാണ്. ഇവിടുത്തെ ഉത്സവങ്ങള് പലതരത്തിലുള്ള രക്തപുഷ്പാഞ്ജലി, അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസത്തെ പൂജ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നല്ല നല്ല
പരിഹാര മാർഗങ്ങളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദുർഗാദേവി എന്ന് പറയുമ്പോൾ അത് രാഹുവിന്റെ ഒരു പരിഹാരമാണ്. രാഹു ദോഷമുള്ളവർക്ക്, സർപ്പദോഷമുള്ളവർക്ക് ദുർഗാ ഭഗവതിയെ പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ഇവിടെ നമ്മുടെ സാക്ഷാൽ പരമശിവൻ അവിടെ ഉണ്ട്. പരമശിവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമശിവൻ അവിടെ ഹനുമാൻ ഭഗവാനെ വന്നിട്ട് ദേവിക്ക് വന്ന് കാവലാക്കി ഇരിക്കുന്നതായിട്ടാണ് ഐതിഹ്യം. അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ചാമക്കാവ് കുരങ്ങന്മാരുടെ ഇരിപ്പിടമാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ ഹനുമാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്ഷേത്രത്തിലെ കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയ നല്ല കാര്യമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, വളരെ ദൂരെയൊന്നുമല്ല, പിന്നെ നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ ഭക്തന്മാർക്കും വരാൻ പറ്റും. ആ ക്ഷേത്രത്തിൽ പോയി കാണുക. പറ്റുമെങ്കിൽ വിഷുവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നെങ്കിൽ ചെയ്യുക. ഇല്ലെന്നെങ്കിൽ ഇവിടെ നിങ്ങൾ വന്ന് ആ ദേവീ ക്ഷേത്രത്തിൽ വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക. അതൊരു വലിയ നല്ല കാര്യമായിരിക്കും. സാക്ഷാൽ ശിവന്റെയും ഹനുമാൻ സ്വാമിയുടെയും ദേവിയുടെയും പ്രസൻസ് ഉള്ള ആ ക്ഷേത്രത്തിലെ വളരെ വളരെ പോസിറ്റീവായിട്ടൊരു വൈബാണ് സുഹൃത്തുക്കളെ. അപ്പോ നമുക്ക് ഈ 2026 ദോഷങ്ങൾ, പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് പല നക്ഷത്രങ്ങൾക്കും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് നമ്മുടെ ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത് അല്ലേ. അപ്പോൾ അതിലെ പ്രത്യേകിച്ച് രാഹു ദോഷത്തിന് ഒരു വലിയ പരിഹാരമാണ് ഈ പറയുന്ന ദുർഗാ ഭഗവതിയുടെ പരിഹാരം. അതുപോലെ ശനി ഭഗവാന് തീർച്ചയായിട്ടും അവിടുത്തെ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമം ചൊവ്വാഴ്ച കുങ്കുമം കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ, പൂജയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ സമയം പോലെ നിങ്ങളെ തിരിച്ചു വിളിക്കാം. നമുക്കതിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷൻ എടുക്കാം. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. താങ്ക് യു.